ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബറാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ കൂടി അനേകർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കുവാനും പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം പ്രതീക്ഷിക്കുവാനും ഒക്കെയും അനേകർക്കിടയായി എന്നുള്ള വസ്തുതകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചന കേൾവിക്കായി വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നുകൊണ്ട് കാതുകളെ കൂർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി ആയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ഒരു പുതിയ തീരുമാനത്തോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഈ വചന ശുശ്രൂഷകൾ മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരായ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ ജാതിയെന്നോ വംശമെന്നോ വർഗമെന്നോ ഒന്നും വ്യത്യാസമില്ല. മനുഷ്യനാണ് ആ വ്യത്യാസങ്ങളൊക്കെ വെച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനൊരു മേന്മയില്ലേ എന്ന് ചോദിച്ചേക്കും. അവർക്കല്ലേ ഒത്തിരി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനല്ല. പുറമേ യഹൂദനായവനല്ല യഹൂദൻ, ആകമേ യഹൂദനായവനാണ് യഹൂദൻ എന്നുള്ള സത്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ വ്യത്യാസത്തെക്കുറിച്ച് പൗലോസ് അല്പകാര്യം കൂടി പറയുകയാണ്. അതിൻ്റെ 28 വാക്യം, റോമർ 11:28. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. അവർ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇവിടെ യഹൂദന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 പ്രയോഗങ്ങൾ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. 2 വാക്കുകൾ, ശത്രുക്കളെന്നും പ്രിയന്മാരെന്നും. അവരെങ്ങനെയാണ് ശത്രുക്കളാകുന്നത്? സുവിശേഷ നിമിത്തം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം സംബന്ധിച്ച് ഇസ്രായേല്യർ അവർക്ക് മാത്രമുള്ളതാണ് മശിഹ എന്നും അവരെ മാത്രമേ ദൈവം സ്വീകരിക്കുന്നുള്ളൂവെന്നും അവർ മാത്രമാണ് ദൈവത്തിന് പ്രിയരെന്നും അവരവരുടെ വംശീയ മേന്മയിൽ ഊറ്റം കൊണ്ടുകൊണ്ട് മറ്റാരും മശിഹായിൽ വിശ്വാസം അർപ്പിക്കുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് തന്നെ തൻ്റെ ഒരു പ്രസംഗം ഇങ്ങനെ വരുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവനെ യഹൂദന്മാർ പിടിച്ച് വളരെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസ് അവിടെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ പൗലോസ് പറഞ്ഞ ഒരു പ്രത്യേക വാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞ ആ പ്രത്യേക വാക്ക് കണ്ടപ്പോൾ, പോകാ, നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലോളം അയക്കും എന്ന് പറഞ്ഞ ആ ഒറ്റ വാക്ക്. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിൻ്റെ സാക്ഷിയായ സ്തെഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, യേശുക്രിസ്തു പൗലോസിന് വെളിപ്പെട്ട് പറയുന്ന വാക്കുകളാണ്. അവൻ എന്നോട്, നീ പോകാ, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. നീ പോകാ, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. 22-ാമത്തെ വാക്യം കണ്ടോ? ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്ന യോഗ്യമല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചു പറഞ്ഞു. അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂഴിവാരി മേലോട്ട് എറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ നോക്കണേ, അത്ര എതിർപ്പ. എവിടെയാ പ്രശ്നം? ഏത് വാക്കാ അവരെ ഇത്ര വലിയ പ്രകോപിതരാക്കിയത്? പോകാ, ഞാൻ നിന്നെ ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് ദൈവം കർത്താവ് അവരോട് പറഞ്ഞു എന്നുള്ള ഒരു വെളിപ്പാടിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതാ കണ്ടോ, ജാതികളുടെ അടുക്കലേക്ക് പോകുമെന്നും ഇതര ജാതികൾക്ക് മശിഹായിലും സത്യദൈവത്തിനും അവകാശമുണ്ടാകുന്നു എന്നും പൗലോസ് സൂചിപ്പിച്ചതുപോലും ഇസ്രായേല്യർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതാ ഇവിടെ പറയണ്ടോ, സുവിശേഷ നിമിത്തം അവർ ശത്രുക്കൾ. ശത്രുതാ മനോഭാവത്തിലാണ് അവർ മറ്റുള്ളവരെ കണ്ടത്.
ഇതര ജാതികളിൽ നിന്ന് ആരും അവർക്ക് മാത്രം അവകാശപ്പെട്ട മശിഹായിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നതിന് അവകാശമില്ല. അത് വേറെ ആർക്കുമുള്ളതല്ല. അവർ മാത്രമേ ദൈവത്തിൻ്റെ പ്രിയരായിട്ടുള്ളൂ എന്ന ഒരു മിഥ്യാധാരണയിൽ ഇസ്രായേലരായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, മറ്റുള്ളവർ കർത്താവിങ്കിലേക്ക് വരുന്നതിന് തടസ്സം നിൽക്കുന്നവരായി. ഇതര ജാതികളിൽ നിന്ന് ആരും സത്യദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പ്രാപിക്കുന്നതിനെക്കുറിച്ച് അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ശത്രുതാ മനോഭാവത്തിൽ കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. നിങ്ങൾ നിമിത്തം പറഞ്ഞാൽ ഇതര ജാതികളിൽ നിന്ന് കർത്താവിങ്കിലേക്ക് വരുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അവരങ്ങനെ ചിന്തിച്ചെങ്കിലും ദൈവം അങ്ങനെയല്ല. ലോകത്തിൻ്റെ മധ്യഭാഗത്താണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. മധ്യധരണിക്കടലിൻ്റെ തീരപ്രദേശത്തൊരു കുന്നിന് പുറത്ത് സകല മനുഷ്യവർഗത്തിനും വേണ്ടിയെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിന് മധ്യത്തിൽ AD BC അതിന് മധ്യത്തിൽ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ ഒരു മധ്യാഹ്ന വെയിലിൽ രണ്ട് കൊടിയ കള്ളന്മാരുടെ മധ്യത്തിൽ ഏക മധ്യസ്ഥനായി കർത്താവ് ക്രൂശിക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു ഒരുത്തരുടെയും കുത്തകയല്ല, യഹൂദൻ്റെ കുത്തകയല്ല, ക്രിസ്ത്യാനിയുടെ കുത്തകയല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ കുത്തകയല്ല. സകല മനുഷ്യ വർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന തികവുള്ള ഏക സത്യ രക്ഷാമാർഗമാണെന്നുള്ളത് പൗലോസോട് വ്യക്തമാക്കുകയാണ്. അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. അടുത്ത കണ്ടോ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അവരുടെ പിതാക്കന്മാർ നിമിത്തം നമ്മൾ മേളിൽ കണ്ടു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും വിശുദ്ധമെന്ന്. ആദ്യ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാരെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവർ. അവർ ദൈവത്തെ അതുപോലെ വിശ്വസിച്ചു. ഇടം വലം നോക്കാതെ, മുൻപിൻ നോക്കാതെ, ബന്ധങ്ങളെ നോക്കാതെ അവർ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. സ്തോത്രം. ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിനായി സമർപ്പിച്ചു. അവർ നിമിത്തം ദൈവത്തെ പരമാർത്ഥമായും സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ വരെ ദയ കാണിക്കുമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ വാഗ്ദത്ത നിമിത്തം നോക്കണേ, ദൈവം അവരോട് ദയ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000 തലമുറ അവരോട്. അതാ പിതാക്കന്മാർ നിമിത്തം അവർ പ്രിയന്മാരാണ്, ദൈവത്തിന് പ്രിയജനമാണ്. അതുകൊണ്ട് സത്യദൈവത്തെക്കുറിച്ച് ഉത്ബോധം പ്രാപിക്കുവാൻ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ സൗകര്യമുള്ള സാഹചര്യങ്ങളുണ്ട്. അതാ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, യാക്കോബിനെ തിരഞ്ഞെടുത്തു, അബ്രഹാം ഇസ്ഹാക്കിനെ തിരഞ്ഞെടുത്തു, യാക്കോബിനെ തിരഞ്ഞെടുത്തു, അവരുടെ പിൻതലമുറയെ തിരഞ്ഞെടുത്തു. ആ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാരാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. ഇനി അടുത്തത് കണ്ടോ, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്താ, ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ അബ്രഹാമിനെ പിന്തലമുറക്കാർ വേറെ ആർക്കും ദൈവത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്ന നിലപാടെടുത്തത് കൊണ്ട് ദൈവം അവരെ തിരഞ്ഞെടുത്തിയ ആ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ദൈവത്തിൻ്റെ അയ്യോ ഞാൻ അവരെ തിരഞ്ഞെടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ദൈവം തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നില്ല. കാര്യം ദൈവം സർവ്വജ്ഞാനിയാണ്. സർവജ്ഞാനിയായ ദൈവത്തിന് അനുതപിക്കേണ്ട കാര്യമില്ല. അവിടെ ഈ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ദൈവകൃപ എന്ന് പറയുന്നത് ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നത് ആത്മരക്ഷയിലാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സ്തോത്രം. അതാണ് എഫേസ്യർ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവകൃപയാണ്. കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തിടത്ത് ചൊരിയുന്ന ദാനമാണ്. നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ഊറ്റം കൊള്ളാനില്ല. അർഹതയില്ലാത്തിടത്ത് ദൈവം നമുക്ക് തന്ന ദാനമാണ് നമ്മുടെ ആത്മരക്ഷ, നിത്യജീവൻ എന്ന് പറയുന്നത്. അതാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റോമാലേഖനത്തിൽ തന്നെ കാണുകയുണ്ടായി. റോമാലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം
നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയെന്ന് പറഞ്ഞാൽ ഇന്ന് കൃപയിലാണ് നിലനിൽക്കുന്നത്. അർഹതയില്ലാത്ത ദാനം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നാം കൃപയിൽ നിലനിൽക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പോൾ നോക്കണേ, രക്ഷാകരമായ ദൈവകൃപ, അതാണ് ദൈവകൃപയുടെ ഏറ്റവും പ്രധാന അനുഗ്രഹമെന്ന് പറയുന്നത്. ദൈവം നമ്മോട് കാണിച്ച കൃപ. അതുകൊണ്ടാണ് ഇത് കൃപാകാലമാണ്. കൃപാകാലം, ഈ ഒരു കാലഘട്ടം ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചു തന്നിരിക്കുകയാണ്. കൃപയാലല്ലോ സ്തോത്രം നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. കൃപാവരങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനം ആത്മരക്ഷയാണ്. നാം ലഭിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ വരമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ദാനം, സമ്മാനം. ഏറ്റവും വലിയ സമ്മാനമെന്ന് പറഞ്ഞാൽ ആത്മരക്ഷയാണ്. എന്നാൽ കൃപാവരങ്ങൾ വേറെയുണ്ട്. അറിയാമല്ലോ, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 12-ാം അധ്യായത്തിലൊക്കെ വിവിധ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൽ പ്രാപിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. പ്രവചനവരം, രോഗശാന്തിവരം, വീര്യപ്രവൃത്തികളുടെ വരം, പിന്നെ പിന്നെ വായിക്കുന്നുണ്ട് പരിപാലനവരം, സഹായം ചെയ്യുവാനുള്ള വരം. പിന്നെ വേറെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്താണെന്ന് ചോദിച്ചാൽ കഷ്ടം സഹിപ്പാനുള്ള വരം. നോക്കണേ, കഷ്ടം സഹിപ്പാനുള്ള വരം, അതും ഒരു വരമായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കണേ, അങ്ങനെ അതുപോലെ തന്നെ വ്യാഖ്യാനവരം, അതുപോലെ ഭാഷാവരം, ഇങ്ങനെ വരങ്ങൾ അനേകമുണ്ട്. ആ കൃപാവരങ്ങളിൽ അതെല്ലാം കൃപാവരങ്ങളുടെ ലിസ്റ്റ് വരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനവും എല്ലാവർക്കും ലഭിക്കുവാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നതും എല്ലാവരും പ്രാപിക്കേണ്ടതുമായ ഏറ്റവും വലിയ കൃപാവരം ആത്മരക്ഷയാണ്. അത് കൃപയാൽ നാം പ്രാപിക്കുന്നു, അത് വരമായി നാം പ്രാപിക്കുന്നു. ദൈവം ഒരിക്കലും ആ കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കിയ ആത്മരക്ഷയുടെ ഈ വ്യവസ്ഥയെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത ദൈവത്തിൽ വരികയില്ല. ദൈവം ഒരിക്കലും അത് ക്യാൻസൽ ചെയ്യുന്നില്ല. പിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം അത് ക്യാൻസൽ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വാക്കുകൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. നോക്കാൻ ദൈവം ഒരിക്കലും തിരുത്തുന്നില്ല. അപ്പം നമ്മൾ ദൈവം അനുദപിച്ചെന്നും ദൈവം തൻ്റെ തീരുമാനം മാറ്റി നോക്കി ഇതിനകത്തുണ്ടല്ലോ. അതും ദൈവം സർവ്വജ്ഞാനത്തിൽ മുൻകണ്ടിട്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല, അത് തൻ്റെ മക്കളുടെ രൂപാന്തരത്തെ ലക്ഷ്യമാക്കിയാണ് കർത്താവ് അവരോട് അങ്ങനെ ഇടപെടുന്നതെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിച്ചു. പ്രവാചകൻ ചെന്നവനോട് പറഞ്ഞു, നീ നിൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഹിസ്കിയാവ് ചുമരിന് നേരെ മുഖം തിരിച്ചു, ദൈവമേ ഞാൻ എത്ര വിശ്വസ്തയോടെ നിന്നു. എന്നിട്ട് അവൻ്റെ ആയുസിനോട് 15 സംവത്സരം കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പോൾ ദൈവം മാറ്റിയില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അറിയാം അവൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത് നന്നായി അറിയാം. എന്നാൽ ദൈവം അവനൊരു ചോയ്സ് കൊടുത്തതാണ്. പക്ഷേ ഹിസ്കിയാവ് എന്തു പറ്റി? അവൻ ആ ചോയ്സിന് മുമ്പിൽ ദൈവഹിതത്തിനായി സമർപ്പിച്ചു കൊടുക്കാൻ കൂട്ടാക്കാതെ ഭൗമിക ജീവിതത്തിൽ കുറേ കാലം കൂടി ജീവിച്ച് ഈ ജഡത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് അവന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, തിരഞ്ഞെടുത്തു. അതുകൊണ്ട് മനശ്ശെ നോക്കണേ, ആ കാലത്ത് ദീർഘിപ്പിച്ച് കിട്ടിയ കാലത്തുണ്ടായവൻ ഇസ്രയേലിനെ കൊണ്ട് ഏറ്റവും വലിയ പാപം ചെയ്യിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. ദൈവത്തെ കോപിപ്പിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. ദുഷ്ടനായ, നീചനായ, ദൈവമില്ലാത്തവനായി ജീവിച്ച ഒരു മകനാണ് ആ കാലഘട്ടത്തിലുണ്ടായത്. നോക്കണേ, സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് എന്ത് തീരുമാനിക്കുന്നുവോ, ദൈവം എന്ത് അരുളി ചെയ്യുന്നുവോ, ദൈവത്തിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മാറ്റാനായി ഒരിക്കലും ആരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണനിൽ ക്ഷയമയച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാണനിൽ ക്ഷയം വന്നിട്ട് നാം ഒരിക്കലും ഭൗമികമായ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായി ഉത്സാഹിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയുള്ളവനാണ്, പക്ഷേ ദൈവം സർവ്വജ്ഞാനിയുമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണ്. നമുക്ക് ഏറ്റവും നന്മയായത് എന്താണെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് നിയമിക്കുന്നുവോ അതിനെ സന്തോഷത്തോടെ അംഗീകരിക്കുക. അത് അടുത്ത് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, മരണമായാലും സന്തോഷത്തോടെ അതിനെ അംഗീകരിക്കുക. ഇവിടെ ആരും ചിരഞ്ജീവികളില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാണ്. എന്നാൽ ദൈവം നമുക്ക് നിയമിച്ചിരിക്കുന്ന ആ സമയത്ത് അതിനെ
വിശ്വാസത്തോടെ അംഗീകരിക്കുന്നുവെങ്കിൽ, അതിനായി നമ്മളെ സമർപ്പിക്കുന്നുവെങ്കിൽ അതിൽ പരം ഒരു സുഹൃതം നമുക്ക് ലഭിക്കുവാനില്ല. ദൈവം ഒരിക്കലും തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവം ഒരിക്കലും തൻ്റെ വാക്കുകൾ ക്യാൻസൽ ചെയ്യുന്നില്ല, പിൻവലിക്കുന്നില്ല. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല. എന്നിട്ട് വിളിയെയും കുറിച്ച് അനുദപിക്കുക. അപ്പം എന്താ വിളി? ദൈവം എല്ലാവരെയും വിളിക്കുന്നു. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. ഓക്കണേ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ ഒരു ദൈവമില്ലല്ലോ. ദൈവം എല്ലാവരെയും തന്നിലേക്ക് വിളിക്കുകയാണ്, തൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കുകയാണ്, തൻ്റെ രക്ഷയിലേക്ക് വിളിക്കുകയാണ്. സ്തോത്രം. ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവം കൃപയുള്ളവനാണ്. അവൻ തൻ്റെ വിളിയെക്കുറിച്ച് ഒരിക്കലും അനുദപിക്കുന്നില്ല. മാത്രമല്ല, അബ്രഹാമിനെ ദൈവം വിളിച്ചു, ദൈവം അതിനെക്കുറിച്ച് അനുദപിക്കുന്നില്ല. ഓ, ഇവൻ്റെ വംശം ഇത്ര മത്സരികളാണെങ്കിൽ ഇവനെ ഞാൻ വിളിക്കണമായിരുന്നോ? നോ, ഇല്ല. ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. സർവ്വജ്ഞാനിയാണ്. ദൈവം കൊടുക്കുന്ന രക്ഷാമാർഗത്തെക്കുറിച്ച് അനുദപിക്കുന്നില്ല. ചില ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. കൃപാവരങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചിലപ്പോൾ ചിലർക്ക് പ്രവചനപരമോ രോഗശാന്തിപരമോ ഒക്കെ കൊടുക്കും. രോഗശാന്തിപരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ എത്ര ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും പിന്നെ ദൈവം അത് പിൻവലിക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ അവരെത്ര വിശ്വസ്തരായിരിക്കുന്നതെന്ന് നോക്കിയല്ല തൻ്റെ കൃപാവരം നിലനിർത്തുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല പ്രധാനം. ദൈവം ഏറ്റവും പ്രധാനമായി കൃപാവരമെന്ന് ഉദ്ദേശിക്കുന്നത് രക്ഷാകരമായ ദൈവകൃപയാണ് എന്ന് വിചാരിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവം അത് പിൻവലിക്കുന്നില്ല എന്നല്ല. ദൈവം കൃപയിൽ നിലനിന്നെങ്കിൽ മാത്രമേ, വിശ്വാസത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ ആ രക്ഷയുടെ അനുഭവത്തിൽ തുടരുവാൻ കഴിയുള്ളൂ എന്നുള്ളതും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അടുത്തത് കണ്ടില്ലേ, കൃപാവരങ്ങൾക്ക് അനുദപിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ, അവരുടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് ഇതര ജാതികളായവരെയും ഇസ്രായേലിനെയും അവരെ രണ്ട് കൂട്ടരെയും ഇങ്ങനെ താരതമ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ നോക്കണേ, മുമ്പേ നിങ്ങൾ അനുസരിക്കാതിരുന്നു, നിങ്ങൾ അനുസരണം കെട്ടവരായിരുന്നു. അന്ന് ഇവരുടെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിച്ചവരായിരുന്നു. ഇവരുടെ വംശം ദൈവത്തോട് ബന്ധമുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങിയവരും ഞങ്ങൾ അനുസരിച്ചോളാമെന്ന് പറഞ്ഞ് സമർപ്പിച്ചവരും ഒക്കെ ആയിരുന്നു. മുമ്പേ നിങ്ങൾ മത്സരികളും അനുസരിക്കാത്തവരുമായിരുന്നു. അന്ന് ഇവരുടെ പിതാക്കന്മാർ അനുസരിച്ചിരുന്നു. എന്നാൽ പിന്നീട് നിങ്ങൾ അനുസരിച്ചു, പിന്നെ ഇവരെ അനുസരിക്കാതിരുന്നു. അപ്പോൾ അനുസരിക്കാതിരിക്കുന്നവർക്ക് ദൈവം കരുണ കാണിച്ച് അവരുടെ യോഗ്യത നോക്കിയല്ല, അവരനുസരിക്കാതിരുന്നവരെങ്കിലും ദൈവം തൻ്റെ കൃപയാൽ, അർഹതയില്ലാത്തിടത്ത് ചൊരിയുന്ന ദാനത്താൽ നിങ്ങളെ രക്ഷിച്ചതുപോലെ അതേ അളവിൽ ഇവരും ഇപ്പോൾ അനുസരിക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച അതേ കരുണയാൽ, അതേ കൃപയാൽ ഇവരും രക്ഷിക്കപ്പെടുവാനിടയാകേണ്ടതിന് അവരിപ്പോൾ അനുസരിക്കാതിരിക്കാൻ അവരെ ഹൃദയ കാഠിന്യത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കണേ, ഇതാ രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. ദൈവത്തിന് മുമ്പിൽ രക്ഷാമാർഗം അംഗീകരിക്കുന്നതിൻ്റെ വ്യവസ്ഥയിൽ ഒരു വ്യത്യാസവുമില്ല. ഇതര ജാതികളിലാണെങ്കിലും യഹൂദന്മാരിൽ നിന്നാണെങ്കിലും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ കർത്താവിനായി തങ്ങളെ സമർപ്പിക്കുന്നവർക്ക് ആത്മരക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നു. നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജനനത്താൽ ക്രിസ്ത്യാനിയായവരും ജനനത്താൽ ഒരു ഇതര മതവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും തമ്മിൽ ദൈവം മുമ്പിൽ ഒരു വ്യത്യാസവുമില്ല. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവവചനത്തിൻ്റെ മൂലഭാഷകളായ അരമൈക്ക്, എബ്രായ, അതാണ് പഴയ നിയമത്തിലെ ഭാഷകൾ. പ്രധാനമായിട്ടും എബ്രായ ഭാഷയാണ്. അരമൈക്ക് ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ. അത് എബ്രായ ഭാഷയുടെ ഒരു വകഭേദമാണെന്ന് വേണമെങ്കിൽ പറയാം. പുതിയ നിയമത്തിൽ കോയിനെ ഗ്രീക്ക്, ഈ ഭാഷകളിൽ വല്യപ്പച്ചൻ, കൊച്ചുമകൻ എന്ന വാക്കുകളേ ഇല്ല. ആ ആശയമേ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. വല്യപ്പച്ചൻ, കൊച്ചുമകൻ എന്ന ആശയമില്ല. പിന്നെ ആരേ ഉള്ളൂ? മക്കളേ ഉള്ളൂ. ദൈവത്തിന് കൊച്ചുമക്കളില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ അത് വംശീയമായിട്ടായേക്കാം.
ഇവിടുത്തെ സർക്കാരിൻ്റെ റെക്കോർഡുകളിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ എന്നുള്ളതിന് ചിലപ്പോൾ നിങ്ങളെ ആ ഒരു വിഭാഗത്തിൽ, ജനവിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന് വന്നേക്കാം, അത്രേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവസഭയിലെ അംഗമാകണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചേ കഴിയുള്ളൂ. വീണ്ടും ജനത്താൽ മാത്രമേ ഉള്ളൂ. രണ്ട് കൂട്ടർക്കും ഒരുപോലെ. ഇതര ജാതികളായവർ അനുസരിക്കാതിരുന്നപ്പോൾ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരനുസരിച്ചു. എന്നാൽ ഇപ്പോൾ ഇതര ജാതികൾ അനുസരണക്കേട് കാണിച്ചിരുന്നവർ കൃപയാൽ അനുസരണത്തിലേക്ക് വന്നപ്പോൾ ഇവരിപ്പോൾ അനുസരണക്കേടിന് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം അനുസരണക്കേടിന് ഏൽപ്പിച്ച ഇവരെയും കൃപയാൽ ആത്മരക്ഷയിലേക്ക് നടത്തേണ്ടതിന് രണ്ട് കൂട്ടർക്കും ഒരേ സ്റ്റാൻഡേർഡാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഒരു വ്യത്യാസവുമില്ല. നോക്കട്ടെ, സ്തോത്രം. നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. നോക്കണേ, നിങ്ങൾക്ക് ലഭിച്ച കരുണ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്ക് ഒരേ നിലയിലുള്ള ഇടപെടലാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല സഹോദരങ്ങളെ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഓരോരുത്തരും ദൈവത്തോട് വ്യക്തിബന്ധമാണുള്ളത്. അപ്പൻ്റെ കെയർ ഓഫിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത് ദൈവമുമ്പിലുള്ള ഒരു ബന്ധമല്ല. അത് ചിലപ്പോൾ ഭൗമിക നന്മയ്ക്ക് ചിലപ്പോൾ ഓഹരിക്കാരാകുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. അതാണ് ഇസ്രായേലിനോട് ദൈവം ചെയ്യുന്ന ഭൗമികമായ നന്മകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. പിതാക്കന്മാർ നിമിത്തം ഭൗമിക നന്മകൾ ലഭിച്ചെന്ന് വരും. അവർ സത്യദൈവത്തെ അനുസരിച്ച നിമിത്തം അവരുടെ തലമുറയോട് ദൈവം ചിലപ്പോൾ പ്രത്യേകമായ ഒരു കരുണ കാണിച്ചെന്ന് വരും. അതെ, ഇന്നും അതുണ്ടായെന്ന് വരാം. ഇന്നും ദൈവത്തിൻ്റെ തിരിഹിത പ്രകാരമാണ്, അതുകൊണ്ടാണ് ഉണ്ടായെന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരോടും അങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിന് പ്രസാദമില്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനുള്ള ഉദ്ദേശം അനുസരിച്ചും ഓരോരുത്തരെയും നന്നായി അറിയുന്ന ദൈവവും നിത്യജീവന് വേണ്ടി അവനെ ഒരുക്കുവാൻ ഏത് സാഹചര്യത്തോടെ അവനെ വിടണമെന്നുള്ള ദൈവം അറിഞ്ഞിട്ട് ആ നിലയിൽ അവനോട് പെരുമാറും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതല്ലാതെ ദൈവത്തിന് മുമ്പിൽ ആത്മരക്ഷ എന്ന വിഷയത്തിൽ ഒരു വ്യത്യാസവുമില്ല. അബ്രഹാമിൻ്റെ പരമ്പരയും വിശ്വാസത്താൽ മാത്രമേ ദൈവമക്കളാകുന്നുള്ളൂ. ഇതര ജാതിയിൽ നിന്നുള്ളവരും വിശ്വാസത്താൽ മാത്രമേ ദൈവമക്കളാകുന്നുള്ളൂ. അബ്രഹാമിൻ്റെ പരമ്പരയും അവർ കൃപയാൽ മാത്രമേ ദൈവമക്കളാകുന്നുള്ളൂ. നമ്മളും കൃപയാലാണ് ദൈവമക്കളാകുന്നത്. സ്തോത്രം. അത് കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തിടത്ത് ചൊരിയുന്ന ദാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അനുസരണം കെട്ടവരായിരുന്നപ്പോൾ അർഹതയില്ലാത്തവരായിരുന്നു. അതുപോലെ ഇവരും ഇപ്പോൾ ഹൃദയകാഠിന്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട് അനുസരണം കെട്ടവരായിരിക്കുന്നു. ദൈവം അതേ വ്യവസ്ഥയാൽ, അതേ സ്റ്റാൻഡേർഡിനാൽ, അതേ നിലവാരത്താൽ ഇവർക്കും ആത്മരക്ഷ ഏൽപ്പിക്കുവാൻ ഇടയാകേണ്ടതിന് സ്തോത്രം. ദൈവം അവരെ ഹൃദയകാഠിന്യത്തിന് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ പ്രധാന ആശയം ദൈവം മുഖപക്ഷമില്ല എന്നുള്ളതാണ്. ദൈവം മുഖപക്ഷമില്ലാത്തവനാണ് എന്നുള്ള ആശയമാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അടുത്തത് 32-ാമത്തെ വാക്യം. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ഇവിടെ പറയുന്ന എല്ലാവരും എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ടാവുസ് പെൻറ്റാസ് എന്നാണ്. ഗ്രീക്ക് പദം ടാവുസ് പെൻറ്റാസ്. മൂലഭാഷയിലെ പദവത ടൗസ് പെൻറ്റാസ് എന്ന് പറഞ്ഞാൽ ദ ഓൾ എന്ന് പറയാം, ദാറ്റ് ഓൾ എന്ന് ഇംഗ്ലീഷ് പറയാം, ആ എല്ലാവരും എന്നാ പറയാം. അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ അടച്ചു കിട്ടി എല്ലാവരും എന്നല്ല. ടൗസ് പെൻറ്റാസ്, ആ എല്ലാവരും. ഏതെല്ലാവരുമാ? തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും. സ്തോത്രം. വിശ്വസിക്കുന്ന എല്ലാവരും. അല്ലാതെ അടച്ചു വെച്ച് എല്ലാവരെയും കർത്താവെന്ന് സ്വീകരിക്കുമെന്നല്ല. യഹൂദനായാലും അങ്ങനെയാണ്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവനാണ് യഹൂദൻ. നമ്മൾ കണ്ടല്ലോ. ടൗസ് പെൻറ്റാസ്, ആ എല്ലാവരും. പ്രിയപ്പെട്ട, ദൈവത്തിന് മുമ്പിൽ മുഖപക്ഷമില്ല. ആകമേ യഹൂദനാവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് സ്തോത്രം, വിശ്വസിക്കുന്ന എല്ലാവർക്കും, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. വിശ്വസിക്കുന്നവൻ വിളിച്ചപേക്ഷിക്കും. നമ്മൾ കണ്ടല്ലോ അതിനെക്കുറിച്ച് സുവിശേഷം സംബന്ധിച്ച്. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സ്തോത്രം. പ്രിയപ്പെട്ട, നമ്മൾ അതിൻ്റെ 10-ാം അധ്യായം, റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. തന്നെ അവൻ്റെ നാമം, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. സ്തോത്രം.
അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? കണ്ടോ? സ്തോത്രം. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്നവൻ, ആ എല്ലാവരും. അല്ലാതെ ചില ആളുകൾ യൂണിവേഴ്സലിസം എന്നൊരാശയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട്. എന്താ യൂണിവേഴ്സലിസം? ഒരു മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യനും പാപികളായെങ്കിൽ ഏകൻ്റെ അനുസരണം, യേശുക്രിസ്തു എന്നവൻ പൂർണ്ണ അനുസരണമുള്ളവനായി വന്നതുകൊണ്ട് യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗ്ഗം എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ലഭിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും ഒരുവിധം മാനമര്യാദയ്ക്ക് മനസാക്ഷിക്ക് അനുസരിച്ചൊക്കെ മാനമര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. തന്നെയല്ല, എന്തെങ്കിലും കർത്താവിനെ ഒന്ന് വിളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ, ഇതാണ് യൂണിവേഴ്സലിസം. അതിവിടെ അല്ല. ടൗസ് പൻറ്റാസ്, ആ എല്ലാവരും. ആരാ? വിശ്വസിക്കുന്ന എല്ലാവരും, വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവനും അത്ര യഹൂദൻ. സ്തോത്രം. രൂപാന്തരം പ്രാപിച്ചവനാണ്, മാറ്റം വന്നവനാണ് യഹൂദൻ. സ്തോത്രം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നവൻ. ദൈവത്തിന് മുമ്പിൽ മുഖപക്ഷമില്ല. എല്ലാവരോടും കരുണ കാണിക്കേണ്ടത്, ആ എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന്. സ്തോത്രം. ആ എല്ലാവരെയും അനുസരണക്കേട്ട് അടച്ചു കളഞ്ഞു. ആ 32-ാമത്തെ വാക്യം കൂടുതൽ അർത്ഥപൂർണ്ണമാണ്. കർത്താവ് എന്ന് വെച്ചാൽ, ഞാൻ ആ ആശയം കൂടുതൽ ഞാൻ അടുത്ത ദിവസം വ്യക്തമാക്കി തരാം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ മുഖപക്ഷമില്ല. നിങ്ങളാരായാലും സത്യദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന തികവുള്ള, ലളിതമായ, ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഈ രക്ഷാമാർഗം വിശ്വാസത്താൽ അവകാശമാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുന്നു. ഇതൊരു മതം മാറ്റമല്ല, ഇതൊരു മനം മാറ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുറമേ യഹൂദനാവൻ യഹൂദനല്ല, അകമേ യഹൂദനാവനാണ് യഹൂദൻ. പുറമേയുള്ള കർമ്മങ്ങളല്ല, അകത്തു വരുന്ന മാറ്റമാണ് പ്രധാനം. അതാണ് വീണ്ടും ജനനമാണ്. അതിന് നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മളെ പുനർസൃഷ്ടിക്കും. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തനാണ്. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ആ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ അതിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പച്ച, അവിടുത്തെ തിരുമുമ്പിൽ മുഖപക്ഷമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ അവരാരായിരുന്നാലും, കർത്താവേ, അവർ തിരുമേനിയെ പരമാർത്ഥമായി സ്നേഹിച്ചവരായിരുന്നാലും അല്ല തിരുമേനിയിൽ അകന്നിരുന്നവരായിരുന്നാലും, അവരുടെ ആ വിശ്വാസത്താലും അവരുടെ വിശുദ്ധ ജീവിതത്താലും ഞങ്ങൾക്ക് ഭൗമിക വിഷയങ്ങളിൽ ഞങ്ങൾക്ക് നന്മകൾ തിരുമേനി തരുമെന്നുണ്ടെങ്കിൽ പോലും ആത്മരക്ഷ ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണെന്നുള്ള സത്യം ഞങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും കർത്താവെ, അവർ പാരമ്പര്യമായി തന്നെ അവർ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയിൽ പോകുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയല്ല, ഓരോരുത്തരും ദൈവത്തോട് വ്യക്തിബന്ധം ഉണ്ടാകണമെന്നുള്ള ആ ദൈവവചന സത്യം പൂർണ്ണമായും അംഗീകരിച്ച് വിശ്വാസത്താൽ തങ്ങളെ തന്നെ അവിടുത്തേക്കായി സമർപ്പിച്ചിരുവാനും അവിടുത്തെ വചനത്തിലെ അനുസരണത്തിലേക്ക് നയിക്കപ്പെടുവാനും കൃപ കൊടുക്കണമേ. കേൾവിക്കാരായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. വിശേഷാൽ ഈ വലിയ മഹാവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേലെല്ലാം ഉണ്ടാകുകയും ദേശത്തെ അവിടുന്ന് വിടുവിക്കാൻ പ്രസാദിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.